In every shadow of despair, there is a light of redemption waiting to shine. നിരാശയുടെ ഓരോ നിഴലിലും പ്രകാശിക്കാൻ കാത്തിരിക്കുന്ന ഒരു മോചന വെളിച്ചമുണ്ട്. ലോകം പൂർണ്ണമായും അന്ധകാരത്തിലാണെന്ന് കരുതരുത്. കാരണം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളിച്ചം പ്രകാശിക്കുകയുണ്ടായി. അത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവായിരുന്നു. ഒരിക്കലും അണയാത്ത ആ വെളിച്ചം ഇന്നും ലോകത്തിലും മനുഷ്യ മനസ്സിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-5 വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വാക്യം 9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുട്ട് നിരാശയുടെ രൂപത്തിൽ കടന്നു വന്ന് നമ്മെ മൂടിയേക്കാം. എന്നാൽ ഇരുട്ടിന് നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മിൽ പ്രകാശിക്കാൻ കാത്തിരിക്കുന്ന ഒരു മോചന വെളിച്ചമുണ്ട്. തളർത്തുന്ന നിരാശകൾ നമ്മിൽ ഉണ്ടാകാമെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന മോചനം ഒരിക്കലും അകലെയല്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നാം തകർന്നതായി തോന്നുന്ന തലങ്ങൾ തന്നെ കർത്താവിൻ്റെ വെളിച്ചം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന തലങ്ങളായി മാറുന്നു. നാം ചെയ്യേണ്ടിയത് ഇത്രമാത്രം: കർത്താവിൻ്റെ വെളിച്ചം നമ്മിൽ പ്രകാശിക്കുവാനായി നമ്മുടെ ഹൃദയത്തെ വിശാലമായി തുറന്നു കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമുക്കുണ്ടാകുന്ന ഓരോ മുറിവും ഓരോ സാക്ഷ്യമായി മാറും. ഓരോ പരാജയവും ഒരു ചവിട്ടുപടിയായി മാറും. നിരാശയുടെ ഓരോ നിഴലും ദൈവത്തിൻ്റെ പ്രകാശമാനമായ മോചനത്തിനുള്ള അവസരമായി മാറും. Despair may speak loudly, but redemption always has the final word. നിരാശ ഉച്ചത്തിൽ സംസാരിച്ചേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മോചനത്തിനാണ് എപ്പോഴും അവസാന വാക്ക്. ഇന്നാരെങ്കിലും ഏതെങ്കിലും കാരണത്താൽ നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒന്നോർക്കുക, ഒരു മോചന വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കുവാൻ കാത്തിരിക്കുന്നു. The darker the night, the brighter the stars of his grace. രാത്രി എത്ര ഇരുണ്ടതായാലും അവിടുത്തെ കൃപയുടെ നക്ഷത്രങ്ങൾ അത്രമേൽ പ്രകാശിക്കും. Have a blessed day.